Hope you're all doing amazing. 2024 ആവാൻ പോവാണ്, ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ ഐ എം ജസ്റ്റ് ട്രൂലി അഷേംഡ് ഓഫ് മൈ സെൽഫ്. ഫസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. പറമ്പൊക്കെ വൃത്തിയാക്കാനായി നിങ്ങൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് പറയാം, ഇത് റിയാസ് സലീം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റോറി ഇട്ടതെന്നുള്ള ഒരു റീൽസാണ്, റിയാസ് ചെയ്തിട്ടുള്ള റീൽസാണ്. അതായത് റിയാസും ഈ കൃഷ്ണകുമാറിൻ്റെ മക്കളെ അവരായിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഇതിന് തുടർച്ചയായിട്ട് റിയാസ് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ, ഓക്കെ, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസം മുന്നേ ഈ കൃഷ്ണകുമാറിൻ്റെ വൈഫ് സിന്ധു കൃഷ്ണയുടെ അവരുടെ ചാനലിൽ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം, ആ അഭിപ്രായം എടുത്ത് പൊക്കി കൊണ്ടുവന്ന് ഏറിപ്പോയി റിയാസ് എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഏറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് കേട്ടോ വീഡിയോ ഞാൻ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞ പോയ ടോപ്പിക്കാണ്, ബട്ട് സ്റ്റിൽ ഐ തോട്ട് ലൈക്കിനോ നമ്മുടെ ഒരു അഭിപ്രായം ഇതിൽ പറയാമെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറയട്ടെ, റിയാസ് സലീമിന് എനിക്ക് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ബിഗ് ബോസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതാണ്. എനിക്ക് റിയാസിൻ്റെ കുറച്ചൊക്കെ എൻ്റർടൈനിങ് ആയിരുന്നു ആ വന്നതിന് ശേഷം ബിഗ് ബോസ് കുറച്ച് ഉണർത്തി എന്നല്ലാതെ എനിക്ക് പേഴ്സണലി റിയാസിനെ ഇഷ്ടമല്ല. ആൾക്ക് നമ്മളെ ഇഷ്ടം ഇമ്പോർട്ടൻ്റും അല്ല, അത് വേറെ കാര്യം, ഓക്കെ. പക്ഷെ ഇതിൽ റിയാസ് പറഞ്ഞൊരു കാര്യം, റിയാസ് പറഞ്ഞ ഈ ഒരു കൃഷ്ണകുമാറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് റിയാസ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്തോ എവിടെയോ കംപ്ലീറ്റ് ആയിട്ട് അതൊരു ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറയാൻ തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ശബരിമലയ്ക്ക് പോയിരുന്നു. അപ്പോൾ മല സീസണും മാലട്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് എന്നൊക്കെ വിട്ടു നിന്ന് കേട്ടോ. ഇനി ബാക്ക് ഓൺ ട്രാക്ക്, ഇനി സ്ഥിരമായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ വീഡിയോ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. കൃഷ്ണകുമാറിൻ്റെ ഞാൻ ബാക്കിയുള്ള പഴയ റിയാസ് സലീമിൻ്റെ അവർ മക്കളായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഞാനിതിൽ കണ്ടതെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനെ വളരെ സിമ്പിളായിട്ട് കുറച്ച് പേര് അതിനെ വളരെ സിമ്പിളായിട്ട് കളഞ്ഞു. കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഗൗരവമായിട്ടൊക്കെ അതിനെ എടുത്തു. ഞാൻ എന്താ പറയുക, എനിക്ക് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി എന്നിരിക്കുന്നു. സിന്ധു കൃഷ്ണ അവർ കൊച്ചിയിൽ താമസിച്ച സമയത്ത് അവരുടെ നിന്ന് താമസിച്ച സ്ഥലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് സംസാരിച്ചതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര ഹെവി അല്ല, ഡിലീഷ്യസ് ആൻഡ് ഭയങ്കര ഒരുപാട് മെനു ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഒരു സംസാരിച്ച സമയത്ത് പല ഫുഡ് ഐറ്റംസിനെ പറ്റിയും പറഞ്ഞ കൂട്ടത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞു പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഓരോ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ കാണുന്ന സമയത്ത് നമുക്കൊക്കെ ഓരോ ഓർമ്മകൾ ഉണ്ടായിരിക്കും. അതുപോലെ പഴങ്കഞ്ഞി കണ്ട സമയത്ത് അയാളുടെ ഒരു ഓർമ്മ പങ്കുവച്ചു. കാണാത്തവർക്കായി ജസ്റ്റ് ആ ഒരു ചെറിയൊരു പോർഷൻ കേട്ടോ, അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. വെരി ഹെവി പോകുമ്പോൾ ഇറങ്ങുമ്പോൾ അത്യാവശ്യം വിശപ്പുണ്ട്, പക്ഷേ എന്നും നിയന്ത്രിച്ച് കഴിക്കണം, വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. ഈ ബുഫേ കാണുമ്പോൾ ഒരു ആർത്തി നമുക്കകത്തുനിന്ന് വരും, കാരണം പലതരം സംഭവങ്ങളിരിക്കുന്നു. അപ്പോൾ കുറച്ച് എടുത്തു വന്നു. എന്താ വെച്ചാൽ ഒരു ദോശ, അപ്പോൾ അവരൊന്ന് ചോദിക്കുമല്ലോ, സർ ഓംലെറ്റ് എഗ്സ് ഓർ സംതിങ് മറ്റേ. അപ്പോൾ നമ്മുടെ ഈ ഓംലെറ്റ് വിച്ചോളം ഓംലെറ്റ് അപ്പോൾ പറയും പല തരത്തിലുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ കൂടെ ചീസ് ഓംലെറ്റ് അത് വാങ്ങിച്ച് കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ തപ്പിയപ്പോൾ പഴഞ്ചോറിരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞോ? അത് ശരി, ബെസ്റ്റ്. എനിക്ക് കാണിച്ചു തന്നെ ഞാൻ പറഞ്ഞു. അല്ല, പഴഞ്ചോറിന്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ. നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ്, കാറുകളിൽ ഒഴിക്കുന്ന പോലെ. കാരണം നമ്മളിപ്പോൾ എല്ലാവരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന, ബോഡി ഹീറ്റ് കൂടുതലാണ്, മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്കക്കുറവ്. ഇപ്പം ഈ സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്നൊരു സംഭവമാണ് ഈ പഴഞ്ചോറ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മെഡിക്കൽ ഗുണങ്ങൾ, ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എൻ്റെ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ട് ആവുമെന്ന് പറയുന്നു ഈ ഫെർമെൻറ്റേഷൻ വരുമ്പോൾ. ഞാനത് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, ഡോക്ടേഴ്സാണ് പറയേണ്ടത്. പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു 1.5 അടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടച്ചതിന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും.
സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോറിൽ ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും. ഇതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിലൊരാളുണ്ട് മോസി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഇൻ്റർവ്യൂ. 6 മാസം മുന്നേ നടന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. അവരവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ ഐറ്റം പഴഞ്ചോറാകുന്ന സമയത്ത് ഇയാളുടെ പഴയ ഒരു ഓർമ്മ അയാൾ പങ്കുവെക്കുന്നു. ഓക്കെ, ഈ ഒരു ആംഗിൾ അല്ലാതെ ഇതിന് വേറൊരു ആംഗിൾ ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കൊക്കെ ജീവിതത്തിൽ പല ഓർമ്മകളുണ്ടായിരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. അത് നമ്മൾ പിന്നീടാണ്, കാരണം അത് ആ കാലഘട്ടത്തിൻ്റെ സംഭവമായിരിക്കും, ആ സമയത്ത് നടന്നതായിരിക്കും. പക്ഷെ ഇതിലെന്താണെന്നറിയോ, ഇതിൽ കൃഷ്ണകുമാർ പറഞ്ഞത് പഴഞ്ചോറാണെങ്കിലും അന്ന് നടന്നിരുന്ന വളരെ ഈ കാസ്റ്റസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്നും ഉണ്ട്, അതില്ല എന്നല്ല. ഈ പഴഞ്ചോറും കുഴികുത്തലും കുമ്പിളിൽ ആ ഒരു സ്കോറിന് കുമ്പിളിൽ ആ ഒരു സംഗതി ഇല്ല എന്നേ ഉള്ളൂ. ഇന്നും കാസ്റ്റസൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് 2 വിഭാഗമാണ്. ഒന്ന് ഈ ഒരു ഇപ്പോൾ ഇയാൾ റെപ്രസെൻ്റ് അല്ല, ഇയാളുടെ ഭാഗത്ത് നിന്നിരുന്ന ഈ ഒരു പഴഞ്ചോറ് കൊടുത്തിരുന്ന ഒരു എന്താ പറയുക, ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാർ. ഓക്കെ, അപ്പുറത്ത് ഇത് റിസീവിങ് എൻഡിൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറമ്പിലൊക്കെ പണിയെടുത്തിട്ട് ഒന്നിനും ഒരു ഗതിയില്ലാത്ത മനുഷ്യരെ പോലെ പോലും ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത രീതിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് കഴിച്ച് എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതെന്താ സംഭവിച്ചാൽ ഞാൻ എന്താ പറഞ്ഞത്, ഇയാൾ ഈ പറയുന്ന സംഗതി അയാൾ ഇരിക്കുന്ന പൊസിഷൻ, ഓക്കെ, പാർട്ടി രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പോട്ടെ, അതൊന്നും നമ്മളിതിലേക്ക് കൊണ്ടുവരില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഏതൊരു വ്യക്തി പറഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകനാണ്, നാളെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തേണ്ട ഒരു വ്യക്തിയാണ്. ഇയാളിത് പറയുന്ന കൂട്ടത്തിൽ ശരിയാണ്, അയാളുടെ ഒരു ഓർമ്മ പങ്കുവെച്ചതാണ്. അയാൾ പറയുന്ന കൂട്ടത്തിൽ അയാൾ പറയാണ് ഇങ്ങനെയാണ് പണ്ട് നടന്നിരുന്നത്, എനിക്ക് ആ പഴഞ്ചോറിൻ്റെ ടേസ്റ്റ് മറക്കാൻ പറ്റുന്നില്ല. ബട്ട് ഓൺ ദ സെയിം ടൈം ആൾ പറയണം, ദാറ്റ്സ് വാട്ട് ഐ വിഷ്. അയാൾ പറയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടുള്ള വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഇത്രയധികം ജോലി ചെയ്തിട്ടും അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ അവരുടെ എന്താ പറയുക, അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് അവരെ കൂടെ ചെന്നിരുന്ന് കഴിക്കാൻ തോന്നി എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദാറ്റ് അയാൾ പറയാണ് ഒരിക്കലും അതൊരു നല്ല സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ പഴഞ്ചോറിൻ്റെ കാര്യം ഓർക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു സ്വാദിനേക്കാളും കൂടുതൽ മനസ്സിൽ വരുന്നത് ആ ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളാണെന്ന് ഇയാൾ പറയുമായിരുന്നെങ്കിൽ അപ്പോഴാണ് ഇറ്റ് വുഡ് ഹാവ് മെയ്ഡ് മോർ സെൻസ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ റിയാസ് സലീമിൻ്റെ കാര്യം എടുക്കാന്ന് വെച്ചാൽ റിയാസ് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ റിയാസിന് എവിടേക്കോ ഒരു പോയിന്റ് ഉണ്ട്. റിയാസ് ഇതിനെ എന്താ പറയുക, ഈ ഒരു പോസ്റ്റിനെ ശരിയാണ് പറഞ്ഞ പഴങ്കഞ്ഞിന്ന് എടുത്ത് നേരെ കൊണ്ടുപോയി ഡൈവേർട്ട് ചെയ്തിട്ട് ആ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നെ അങ്ങോട്ട് മാറ്റി. പക്ഷെ അതെന്ന് വെച്ചാൽ അത് റിയാസ് അങ്ങനെ തന്നെയാണ്. റിയാസ് നമ്മൾ കണ്ടിട്ടുള്ള റിയാസ് ബിഗ് ബോസിലാണ് റിയാസ് സലീമിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയെങ്കിലും റിയാസ് സലീം അന്ന് മുതലേ ഒരു കോംപ്ലക്സ് മനസ്സിലുള്ള ഒരു വ്യക്തി. അതായത് എല്ലാവരും സംസാരിക്കുന്ന റിയാസിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ കാണിച്ചതാണോ, റിയാസ് അങ്ങനെ മനസ്സിലൊരു കോംപ്ലക്സ് മനസ്സിൽ സൂക്ഷിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്ന റിയാസിനെയാണോ, അവന് കുറച്ച് എന്താ പറയുക എല്ലാവരും വെട്ടിട്ടാണ്, അതുകൊണ്ട് ഒരുപാട് ബുള്ളിങ് ഇവൻ ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്തിട്ട് റിയാസ് എല്ലാ കാര്യങ്ങളിലും സംസാരിച്ചിട്ടുള്ളൂ. അതന്നെയാണ് ആ കുട്ടി ഗുണ്ട എന്ന് പറഞ്ഞൊരു കേസിൽ റിയാസ് എടുത്തിട്ട് എന്താ പറയുക ഓവർ തിങ്ക് ചെയ്ത് കുറേ എന്താ പറയുക തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി ഇടലും അത് പിൻവലിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വാട്ട് എവർ. പക്ഷേ റിയാസ് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നിന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് കണ്ടത്. നമ്മുടെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഈ പഴങ്കഞ്ഞി അയാൾ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ആ ഒരു പഴഞ്ചോറാണ്. ഓക്കെ, ആ ഒരു ഫുഡാണ്, ഭക്ഷണമാണ് അല്ലേ. പക്ഷേ ഇതിന് വേറൊരു തലമുണ്ട്. ഇയാൾ ഇങ്ങനെ ഇതിനെ നിസ്സാരവൽക്കരിച്ചൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ സ്പേസിൽ പുറത്ത് ആൾക്കാർ കാണുന്ന സിറ്റുവേഷനിൽ അതാണ് എനിക്ക് ഇതിനൊരു ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി റിയാസ് ഇതിനെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു ഫാമിലീനെ അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്നു, കർദാഷ്യൻസിനായിട്ട് അവർ എന്താ പറയുക കമ്പയർ ചെയ്യുന്നു. അതൊക്കെ പിന്നെ റിയാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുള്ളൂ. റിയാസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വയം ഏറിപ്പോയിരുന്ന വ്യക്തിയാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.